നമ്മൾ ഒരു അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പൊതുകടം ഒക്കെ നമ്മൾ മാറ്റി നിർത്തി, അതൊക്കെ നമ്മൾ സംസാരിച്ചു, ഒറ്റെല്ലാം മാറ്റി നിർത്തിയാലും കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ബജറ്റ്, അത് സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പുള്ളൊരു ബജറ്റ് വോട്ടുകളൊക്കെ ഉണ്ടാക്കി പാസ്സാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പുതിയ ഗവൺമെൻറ് ആയിരുന്നു ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ അവർ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടൊരു സമ്പൂർണ്ണ ബജറ്റാക്കി. അന്ന് ഈ പ്രഖ്യാപിച്ച ബജറ്റിൽ തന്നെ 20,500 കോടി രൂപ കുറവുണ്ടായിരുന്നു എന്നുള്ള നമുക്കറിയാം. ഇപ്പോൾ അതിന് തർക്കത്തിലുള്ള വിഷയമില്ല. കാരണം ഇന്നലെ മുൻ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 20,500 കോടി രൂപ കുറവുണ്ടെന്നും അതെങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും കോടികളുടെ 20,500 കോടി രൂപയുടെ ബജറ്റിൽ കുറവുള്ള സമയത്താണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടേറെ കൊടുത്ത വാഗ്ദാനങ്ങളും ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കമ്പൾസീവായിട്ടുണ്ടായിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്തത് കടമെടുത്താണ് പോയത്. പുതിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ലാതെ കടമെടുപ്പ് മാത്രമായിട്ടാണ് പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം പ്രോജക്ട്സിലൂടെ, നമ്മളിപ്പോൾ ഇന്നത്തെ കേരളത്തെ മാത്രം കണ്ടാൽ പോലും ലോങ് ടേം പ്രോജക്ട്സിലൂടെ കേരളത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ദീർഘകാല പദ്ധതികൾ ഉണ്ടാക്കുകയും അതേസമയം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ സഹായത്തോടു കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് എടുത്തത്. ഒരു മിക്സഡ് സമീപനം